ഓപ്പറേഷൻ സിന്ദൂർ പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് അവരുടെ കൂടെയുള്ള സ്ത്രീകളെ എന്നേക്കുമായി കണ്ണീർ കയത്തിലേക്ക് തള്ളിയിട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ, ആ സ്ത്രീകളുടെ നെഞ്ചിലെ തീയണയ്ക്കാൻ ഇതിലേറെ കാവ്യനീതിയുള്ള മറ്റെന്ത് പേര് നൽകാനാണ്? തിരിച്ചടിയെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ ചെപ്പിൽ നിന്ന് ചിതറിത്തെറിച്ച ആ സിന്ദൂരത്തിന്റെ ഇമേജറിയേക്കാൾ മികച്ച ചിത്രം എന്തുണ്ട്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പഹൽഗാമിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കുള്ള ആദരം കൂടിയായി സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത്. വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ സീമന്തരേഖയിൽ ചാർത്തുന്ന ചുവന്ന തിലകമാണ് സിന്ദൂരം. ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെയും പ്രതീകമെന്ന് വിശ്വാസം. വെറും 6 ദിവസം മാത്രം നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട ഹിമാൻഷി എന്ന ആ പെൺകുട്ടി ഇന്ത്യയുടെ മുഴുവൻ നൊമ്പരമായിരുന്നു. ഏപ്രിൽ 22-ന് വിവാഹിതരായ വിനയിന്റെയും ഹിമാൻഷിയുടെയും മധുവിധു യാത്രയാണ് അവളുടെ സിന്ദൂരം എന്നേക്കുമായി മായ്ച്ചത്. ഫെബ്രുവരി 12-ന് വിവാഹിതനായ ഉത്തർപ്രദേശ് സ്വദേശി ശുഭം ദ്വിവേദി ഭാര്യയ്ക്കും ഭാര്യയുടെ കുടുംബത്തിനുമൊപ്പമാണ് കശ്മീരിലെത്തിയത്. തമാശ നിറഞ്ഞ രാത്രികൾ എന്ന ക്യാപ്ഷനോടെ കശ്മീരിലെ മനോഹര നിമിഷങ്ങൾ പങ്കുവച്ചതിന്റെ പിറ്റേന്നാണ് ശുഭം ഭീകരരുടെ തോക്കിൻ മുനയിലെത്തിയത്. എന്നെയും കൊല്ലൂ എന്ന് കരഞ്ഞു പറഞ്ഞ അശാന്യയോട്, നിന്നെ കൊല്ലില്ല, നിങ്ങളോട് ഞങ്ങൾ എന്തു ചെയ്തെന്ന് നിന്റെ സർക്കാരിനോട് പോയി പറയാനായിരുന്നു ഭീകരർ ആവശ്യപ്പെട്ടത്. തങ്ങളുടെ സിന്ദൂരം മായ്ച്ച എന്നേക്കുമായി സന്തോഷമില്ലാതാക്കിയവർക്കെതിരായ ആക്രമണത്തിനിട്ടത് ഏറ്റവും ഉചിതമായ പേരെന്ന് ശുഭത്തിന്റെ ഭാര്യ അശാന്യ. धन्यवाद कहूंगी। मैं बहुत छोटी हूँ, उन्हें कुछ भी कहने या नहीं कहने वाली, लेकिन हाँ, जिस तरीके से हमारे पूरे परिवार को उन पे विश्वास था, उन्होंने उसी तरीके से जवाब देके हमारे विश्वास को कायम रखा है, and I'm really thankful. കേരളത്തിന്റെ നമ്മുടെ മുഴുവൻ അഭിമാനമായി മാറിയ ഇടപ്പള്ളി സ്വദേശി ആർദിയും പറയുന്നു, തന്റെ അച്ഛനെ ഇല്ലാതാക്കിയ, അമ്മയുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യുന്ന ദൗത്യത്തിന് ഇതിലേറെ ചേരുന്ന മറ്റൊരു പേരുമില്ലെന്ന്. എൻ്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എന്നെപ്പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച്, ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന, അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ളൊരു നെയിമില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. ഷിക്കാരയിൽ യാത്ര ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടെടുത്ത മഞ്ജുനാഥ റാവുവിന്റെയും ഭാര്യ പല്ലവിയുടെയും വീഡിയോ ഇപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കാണാം. പക്ഷേ പിന്നെ നമ്മൾ കണ്ടത് ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനായി കേണപേക്ഷിച്ച പല്ലവിയെയാണ്. ശൈലേഷിന്റെ ഭാര്യ ശീതൾ, വിധാൻ അധികാരിയുടെ ഭാര്യ സോഹിനി, സന്തോഷ് ജഗ്ദലയുടെ ഭാര്യ പ്രഗതി. ഏപ്രിൽ 22-ന് ശേഷം കണ്ണീരുണങ്ങാത്ത, സിന്ദൂരമണിയാത്ത ആ 25 സ്ത്രീകളുടെ മനസ്സിലെ തീ അണയ്ക്കാൻ കൂടിയാണ് ഈ പേര്. അതേക്കുറിച്ച് രാജ്യത്തെ അറിയിക്കാൻ പ്രതിരോധ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം സൈന്യത്തിന്റെ പ്രതിനിധികളായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് 2 സ്ത്രീകൾ തന്നെ. താരതമ്യേന സൈന്യത്തിൽ ജൂനിയറായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും. അതും ഇന്ത്യ ഈ ലോകത്തിന് നൽകുന്ന നാരീശക്തിയുടെ വലിയ സന്ദേശം തന്നെ.